ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു കഫ്താൻ തയ്ച്ച് നോക്കിയാലോ. ഏറ്റവും സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റിയ ഡ്രസ്സാണ് കഫ്താൻ. ഇടാനും എല്ലാം നമുക്ക് ഏറ്റവും സിമ്പിളാണ്. അതിനായിട്ട് മെയിനായിട്ട് നമ്മുടെ നെക്ക് അടയാളപ്പെടുത്തുക. നെക്കിൻ്റെ വീതിയും ഇറക്കവുമാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്കൊരു ചുരിദാർ ഉണ്ടെങ്കിൽ ആ ചുരിദാർ എടുത്ത് വെച്ച് അതിൻ്റെ ഷേപ്പും ചെയ്ത് കഴിഞ്ഞാൽ കഫ്താൻ റെഡിയായി. പിന്നെ കഫ്താൻ തയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള ഡ്രസ്സെല്ലാം ഉള്ളിലിട്ടാണ് തയ്ക്കണേ. കഫ്താൻ അങ്ങനെയല്ല, നല്ല വശത്താണ് അതിൻ്റെ സ്റ്റിച്ച് വന്നത്. അപ്പോൾ നമുക്കൊന്നത് വെട്ടാം. അപ്പോൾ എനിക്ക് ഇവിടെ നെക്ക് എടുക്കുന്നത് 3 ഇഞ്ചാണ്. താഴേക്ക് ബാക്ക് നെക്കും അതുപോലെ തന്നെ ഒരു 3 ഇഞ്ച് ബാക്ക് നെക്കും അടയാളപ്പെടുത്തി അതൊരു ബോക്സായിട്ട് വരയ്ക്കാം. അതിനുശേഷം പിന്നെ ഫ്രണ്ട് നെക്കാണ് വേണ്ടത്. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ ഒരു 8 ഇഞ്ച് എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് വേറൊരു മോഡലിൽ കഫ്താൻ ചെയ്യാനുള്ളതുകൊണ്ടാണ് 8 ഇഞ്ച് എടുക്കുന്നത്. സാധാരണ അല്ലെങ്കിൽ 6 ഇഞ്ച് ഒക്കെ എടുക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനത്തെ നെക്കാന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഞാനിതൊരു ചെറിയൊരു വി നെക്ക് പോലെയാണ് ഈ കഫ്താൻ ചെയ്തെടുക്കുന്നത്. അപ്പം അതും താഴേക്ക് അടയാളപ്പെടുത്തുക. ഇത്രയും ചെയ്ത് ബാക്കിനൊക്കെ അതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇത്ര അളവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കഫ്താൻ്റെ പകുതി പണി കഴിഞ്ഞു. ഇനി ബാക്കി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എങ്ങനെ അടയാളപ്പെടുത്തുന്നതെന്ന് കാണിച്ചു തരാം. ഈ കഫ്താൻ്റെ നെക്ക് വെട്ടിയിരിക്കുന്നത് സ്ട്രെയിറ്റ് ഒരു പീസ് എടുത്തിട്ട് അതിൽ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരുപോലെ വെച്ച് ഇതുപോലെ വെച്ചിട്ടാണ് അത് വെട്ടിയെടുത്തേക്കണം. കാരണം ഇതിന് ഷോൾഡറിൻ്റെ അവിടെ ജോയിൻറ്റും കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പോൾ നമുക്ക് ഒറ്റ പീസിൽ നിന്ന് തന്നെ ഇതിൻ്റെ നെക്കിന് വെക്കാനുള്ള തുണി നമുക്ക് വെട്ടിയെടുക്കാം. ഹായ് ഹലോ, നമുക്കിന്നൊരു ബോഡി കോൺ ഡ്രസ്സ് ചെയ്താലോ. എന്നാൽ കറക്റ്റ് ബോഡി കോൺ പോലെ ഫിറ്റായിട്ട് അല്ല ഇരിക്കുന്നത്. ചെറുതായിട്ടൊരു ബോഡി കോൺ സൈസ് ഒരു ഡ്രസ്സ് ചെയ്യാം നമുക്ക്. അതിന് ഫുൾ ലെങ്ത്ത് വേണ്ടത് 41.5 അപ്പോൾ ഫുൾ ലെങ്ത്ത് അടയാളപ്പെടുത്തുക. ഫുൾ ലെങ്ത്ത് 41.5 അടയാളപ്പെടുത്തി. അതിന് ശേഷം ഷോൾഡർ വന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ 7 വരും. 7ൽ നിന്നൊരു 1/2 ഇഞ്ച് കുറച്ചിട്ട് ഞാൻ 6.5 ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആം ഹോളും അതുപോലെ തന്നെ 6.5 അടയാളപ്പെടുത്തി. അതിനുശേഷം ആം ഹോൾ വരച്ചെടുത്ത് പിന്നെ ചെസ്റ്റ് വന്നത് തയ്യൽ തുമ്പും എല്ലാം കൂടി കൂട്ടിയിട്ട് 10.5 ഇഞ്ചാണ് വന്നത്. ചെസ്റ്റ് 10.5 ഇഞ്ച് വരും. വേസ്റ്റ് 13, ഹിപ്പ് 19 മതി. പിന്നെ വേസ്റ്റ് വന്നത് 8.5, അത് 8.5 അടയാളപ്പെടുത്തുക. പിന്നെ ഹിപ്പ് സൈസ് വന്നത് 11 ഹിപ്പ് സൈസും വന്നിട്ടുണ്ട്. കുറച്ച് ഇച്ചിരി വണ്ണമുള്ളൊരു കുട്ടിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യണത്. അതിനുശേഷം നമ്മുടെ ഷേപ്പ് സ്കെയിൽ വെച്ച് അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ നമുക്ക് ഷേപ്പ് ഇതുപോലെ സിമ്പിളായിട്ട് അടയാളപ്പെടുത്തുക. പിന്നെ ബോഡി കോൺ ഡ്രസ്സ് ആയതുകൊണ്ട് നമുക്ക് താഴേക്ക് അധികം ഇത് വന്നില്ല. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് അടയാളപ്പെടുത്തുക. ഇപ്പോൾ ലൈനിങ്ങിൽ ഞാൻ ഇതെല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല തുണിയിലേക്ക് വെച്ച് ഇത് വെട്ടിയെടുക്കണം. പിന്നെ ഇതിൻ്റെ നെക്ക് വന്നത് ഒരു 2.5 ഇഞ്ചാണ് നെക്ക് വന്നത്. താഴേക്കും അതുപോലെ തന്നെ അധികം ഇറക്കം വന്നില്ല, ഒരു 4 ഇഞ്ച് താഴേക്കും വന്നോളൂ. ബാക്കും ഫ്രണ്ടും എല്ലാം ഒരുപോലെ തന്നെയാണ് നെക്ക് എടുക്കുന്നത്. അതും വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെട്ടിയെടുക്കാം. പിന്നെ ഫുൾ വരച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമുക്കിനി കട്ട് ചെയ്യാം. നെക്കടിക്കാനാണ് പോണത്. ഇപ്പോൾ നെക്കിനെ വെട്ടിയെടുത്ത പീസും അത് എല്ലാം കൂടി ഇതുപോലെ വെച്ച് പിൻ ചെയ്തെടുക്കുക. പിൻ ചെയ്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് നെക്കടിച്ചെടുക്കാം.